റെജി ലൂക്കോസ്, ഇവിടെ വിവിധ വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ രാജീവ് ചന്ദ്രശേഖരനുള്ള കഴിവാണ് ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരുന്നത്. ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ സംസ്ഥാന ബി.ജെ.പിയിൽ എന്തു മാറ്റമുണ്ടാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? സ്മൃതി, മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ അന്ന് വൈകുന്നേരം 5 മണി വരെ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം ആ സത്യപ്രതിജ്ഞ ചടങ്ങ് ക്ഷണിച്ചിട്ടും അദ്ദേഹം ബഹിഷ്കരിക്കുകയും താൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുകയും ചെയ്ത വ്യക്തിയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അന്ന് കേരളത്തിലെയും ദേശീയ മാധ്യമങ്ങൾ അത് വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുകയും വാർത്തകൾ പുറത്തുവിടുകയും ചെയ്തു. അങ്ങനെയുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ അപക്വതമായിട്ടുള്ള ആ തീരുമാനത്തിന്റെ കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ കാര്യമായ പരിചയമൊന്നുമില്ല. അദ്ദേഹം ആദ്യമായിട്ട് രാജ്യസഭയിലെത്തുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. നമ്മുടെ ദേവഗൌഡയായിട്ടുള്ള രഹസ്യ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ അദ്ദേഹം ആദ്യം രാജ്യസഭയിലെത്തുന്നത്. പിന്നീട് സ്വാഭാവികമായിട്ടും അധികാരത്തിന്റെ ഒരു പങ്ക് പറ്റാനുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം ബി.ജെ.പിയിൽ വന്ന് ഒരു കേന്ദ്ര സഹമന്ത്രിയായി. അത് തന്നെയുമല്ല, കേരളത്തിനെ സംബന്ധിച്ചോളം ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി, ഞാൻ ചർച്ചയിൽ ഇപ്പോൾ വൈകിയാണ് പങ്കെടുത്തെങ്കിലും പറയാം, അദ്ദേഹം കേരളത്തിനൊരു അപരിചിതനാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിനിടയ്ക്ക് കാര്യമായ രീതിയിലുള്ള അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ലോക്സഭയിലേക്ക് കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോഴാണ്. തനിക്ക് ഈ സംഘടനാ പാരമ്പര്യം ഇല്ലാത്തതുകൊണ്ടും പ്രവർത്തന പരിചയം ഇല്ലാത്തതുകൊണ്ടും തന്നെ പരിഗണിക്കരുത് എന്ന് പറഞ്ഞ് കേന്ദ്ര നേതൃത്വത്തിന് അദ്ദേഹം അഭ്യർത്ഥന കൊടുത്തതായി. പിന്നെ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ബി.ജെ.പി പ്രസിഡന്റായിട്ട് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നതുള്ളതാണ്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നിലവിൽ ബി.ജെ.പിയുടെ നേതൃനിരയിലുള്ള നേതൃനിരയിലുള്ള ശോഭാ സുരേന്ദ്രൻ, അതുപോലെ താരതമ്യേന രാഷ്ട്രീയ മാന്യത പുലർത്തുന്ന എം.ടി. രമേശ്, വീണ്ടും ആ കസേര മോഹിക്കുന്ന വി. മുരളീധരൻ, ഒരു മൂന്നാം ഊഴത്തിലേക്ക് ശ്രമിക്കാനായിട്ടും തനിക്ക് ആ മോഹമുണ്ടെന്നും പറയാതെ പറഞ്ഞ കെ. സുരേന്ദ്രൻ, ഇവരെ ആരെങ്കിലും ആക്കിയാൽ കേരളത്തിലെ ബി.ജെ.പിയുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. അപ്പോൾ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് ലാൻഡ് ചെയ്ത വ്യക്തിയാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ. സാക്ഷാൽ നരേന്ദ്രമോദിയും അമിത്ഷായ്ക്ക് പോലും ഇവിടുത്തെ ഈ ബി.ജെ.പിയിലെ ഗ്രൂപ്പിസം, ഈ തമ്മിലടി നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. 9 ഗ്രൂപ്പുകൾ അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയപരമായ രീതിയിലുള്ള സംഘടനാപരമായിട്ടുള്ള യാതൊരു പാരമ്പര്യമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിലെ ബി.ജെ.പിയെ, കേരളത്തിലെ മതനേതാക്കളുടെ അവരുടെ സപ്പോർട്ടോടുകൂടിയോ മറ്റുള്ള വിഭാഗങ്ങളുടെ സപ്പോർട്ടോടുകൂടിയോ 1 ഇഞ്ച് പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളതാണ് വസ്തുത. കാരണം കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക വളരെ ഡിഫറന്റ് ആണ്. ഇവിടെ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന, രാഷ്ട്രീയത്തിലൂടെ തന്നെ നേതൃനിരയിലേക്ക് വന്ന, ജനങ്ങളുടെ പൾസ് അറിയാവുന്ന, എങ്ങനെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യണമെന്ന് അറിയാവുന്നവരാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ 99% ആളുകളും. നിങ്ങൾ വേണേ ഉദാഹരണങ്ങൾ എടുത്തു. ഇതൊന്നുമില്ലാത്ത ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു സുപ്രഭാതത്തിന് വന്ന് ഷൈൻ ചെയ്തൊരു ചരിത്രം പോലും ഇല്ല. ഏറ്റവും വലിയ ഉദാഹരണം അൽഫോൺസ് കണ്ണന്താനം, ഇതേ പാർട്ടി തന്നെ. അദ്ദേഹം CPM-ന്റെ കാഞ്ഞിരപ്പള്ളി MLA ആയിരുന്നു. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പിൻവലിച്ച് ബി.ജെ.പിയിലേക്ക് പോയി. അദ്ദേഹത്തിന് ബി.ജെ.പി ഒരു സ്വതന്ത്ര സഹമന്ത്രി ആയിട്ട് അദ്ദേഹത്തിന് ക്യാബിനറ്റിലെടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ ഓർത്തു നോക്കിയേ. അങ്ങനെ എത്രയോ പേർ കേരളത്തിൽ ഇതുപോലെ തന്നെ ഈ പ്രൊഫഷണലിൽ നിന്നും അല്ലെങ്കിൽ ടെക്നോക്രാറ്റായിട്ട് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം ഒരു ബിസിനസ് ടൈക്കൂണാണ്. ഇനി മറ്റൊരു വസ്തുത, ഇദ്ദേഹം കേരളത്തിൽ ജനിച്ചു വളർന്ന ആളല്ല. അതുകൊണ്ട് ഒരു കുറവായിട്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം അഹമ്മദാബാദിൽ ജനിച്ചു. ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കഴിഞ്ഞ് അത് US ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം M.Tech എടുത്തു. ബാംഗ്ലൂർ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ഫാദറിലോയുടെ പിന്തുണയോടുകൂടി അദ്ദേഹം ബിസിനസ്സായി ഒരു ടൈക്കൂണായിട്ടാണ് അദ്ദേഹം വളർന്നു. വലിയ രീതിയിലുള്ള ഒരു ശതകോടീശ്വരനായിട്ട് അദ്ദേഹം വളർന്നു. അദ്ദേഹം 2005 അദ്ദേഹത്തിന്റെ BPL-ലെ ഓഹരി തന്നെ 63% വിറ്റത് 9,368 കോടി രൂപയ്ക്കാണ്. അതുപോലത്തെ ഒരു ബിസിനസ്മാൻ, ആ ബിസിനസ്സിലൂടെ മാത്രം ഇന്ത്യയിൽ അറിയപ്പെട്ട് ഒരു സഹമന്ത്രി സ്ഥാനത്തെത്തിയ ഒരു വ്യക്തി, അദ്ദേഹം മാന്യനായിരിക്കാം, ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. അയാൾ ഒരു ജെന്റിൽമാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കിയോ, വിതിൻ 2-3 ഡേയ്സ് കേരളത്തിലെ ബി.ജെ.പിയിൽ ഒരു ഭൂകമ്പം ഉണ്ടാവും. അത് ഉണ്ടാകാൻ പോകുന്നത് അറ്റത്ത് പോയി നിൽക്കുക. പാർട്ടി മാറാനായിട്ട് 2-3 തവണ ശ്രമിച്ച് തന്നെ പരിഗണിക്കുന്നില്ല, അവഗണിച്ചുകൊണ്ട് അത്യാവശ്യമായിട്ടും അല്ലെങ്കിൽ താരതമ്യേന ബി.ജെ.പിയിൽ മറ്റേത് നേതാക്കളെക്കാളും വലിയ ഒരു ക്രൗഡ് പുള്ളറായ ശോഭാ സുരേന്ദ്രനെ ഈ പാർട്ടിയുടെ സംസ്ഥാനത്ത് ഒരു നേതാവ് പോലും അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ഈ ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരിക്കലും ഇതുവരെയുള്ള പ്രതികരണത്തിലില്ല.
ഇപ്പോൾ കോർപ്പറേറ്റ് മുതലാളിക്ക് പാർട്ടിയെ വിറ്റു എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ CPM നേതാക്കളിൽ നിന്ന് വരുന്നുണ്ട്. വസീഫിന്റെ പ്രതികരണമായിട്ടാണ് അത് കണ്ടത്. പക്ഷേ CPM നേതാക്കളുമായിട്ട് തന്നെ ചില ബിസിനസ് ബന്ധങ്ങൾ ആണല്ലോ രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ പുറത്തു വന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി സ്വീകാര്യനായ നേതാവായി മാറുകയല്ലേ പുതിയ രാഷ്ട്രീയ രീതിയിൽ? അല്ല, ആ ഒരു ചോദ്യം ഞാൻ സ്മൃതിയിൽ നിന്ന് ആദ്യം തന്നെ പ്രതീക്ഷിച്ചു. അതിന്റെ വസ്തുത എന്താണെന്നുള്ളവരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ നേതാവിന് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി രംഗമായിട്ട് ഇപ്പോഴും തുടരുന്ന അത് വസ്തുതകൾ മുഴുവൻ പുറത്തു വിട്ടിട്ടുണ്ട്. ആ വസ്തുതകൾ അപ്പൊ അതുകൊണ്ട് പഴയ കഞ്ഞി എടുത്തിട്ട് ചൂടാക്കി ചൂട് കഞ്ഞിയാന്നും പറഞ്ഞോട് വിളമ്പുന്നതിൽ ഒരു അർത്ഥമില്ല ശ്രുതിയും. അല്ല, ആ വസ്തുത അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹം അവിടുത്തെ അതിലെ ഒരു സെയിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹം അതിന്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ഒരു ബിസിനസ് ടൈപ്പ് ഉണ്ടായി. അതിൽ നിങ്ങൾ ആരോപിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും ബഹുമാനപ്പെട്ട EP ജയരാജന്റെ ഭാഗത്ത് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കാര്യത്തിൽ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കുടുംബത്തിലൊക്കെ പെൻഷൻ കൊണ്ടുള്ള ഒരു ബിസിനസ്സാണ്, പ്രത്യേകതരം ബിസിനസ്സുകളാണ്. Debate with Smriti Parathikkad.